ഇസ്രായേലിനെ ഒറ്റയ്ക്കൊതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ എന്താണ് ചെയ്തത്? ലോകത്തുള്ള സകല മുസ്ലിം രാജ്യങ്ങളെ കൂട്ടനായി ഒപ്പം വിളിച്ചു. മുസ്ലിം രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു മുസ്ലിം രാജ്യം. എങ്ങനെയെന്നല്ലേ? ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ട് ഇസ്രായേലിന് ഒരു കവചമായി മാറുന്നു ഈ മുസ്ലിം രാജ്യം. ഇസ്രായേലിന് ഒരു പരിചയമോ കവചമോ ഒക്കെയായി മാറുന്ന ഈ മുസ്ലിം രാജ്യം ജോർദാൻ ആണ്. ഇറാനിയൻ ഡ്രോണുകളെ വ്യോമാതിർത്തിയിൽ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇവിടുത്തെ രാജാവ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമിയാണ്. ഇറാൻ മുൻപും ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം കൃത്യസമയത്ത് തടയപ്പെട്ടിരുന്നു. ഡ്രോണുകൾ ഇസ്രായേലിലെത്തി നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന് മുൻപ് അവയെ വെടിവെച്ച് വീഴ്ത്താൻ ഇസ്രായേലി ജോർദാൻ സൈന്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ച നിരവധി ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ സൈന്യം തകർത്തതായി ജോർദാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ വിക്ഷേപിച്ച പല ആയുധങ്ങളും ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച പാരമ്പര്യമാണ് ജോർദാനുള്ളത്. അതുമാത്രമല്ല, യുദ്ധ സാഹചര്യങ്ങളിൽ ജോർദാൻ തങ്ങളുടെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചു. തങ്ങളുടെ വ്യോമാതിർത്തി ഒരു യുദ്ധക്കളമാക്കാൻ അനുവദിക്കില്ല എന്നും തങ്ങളുടെ ആകാശത്ത് എന്തെങ്കിലും ലംഘനം അനുവദിക്കില്ല എന്നും ജോർദാൻ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ജോർദാൻ. യുദ്ധ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇസ്രായേലിന്റെ ഒപ്പം നിന്നിട്ടുള്ള പങ്കാളിയാണ് ജോർദാൻ. ഈ മേഖലയുമായി ജോർദാന് പ്രത്യേക ബന്ധമുണ്ട്. അവരുടെ രാജാവ് അബ്ദുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്നാണ് വിശ്വാസം.